അടുത്ത കാലത്തൊരു പഠനം കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ പലപ്പോഴും ഈ ചില ഡിയോഡ്രൻറ്റ് സ്പ്രേസ് അതൊക്കെ നായ്ക്കൾക്ക് ഉപയോഗിക്കുന്നത് യഥാർത്ഥ നായ്ക്കൾക്കൊന്നും ഇഷ്ടമല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ കുത്തി പലരും ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പിന്നെ പല നായ്ക്കളും വരുന്നുണ്ട്. ഇപ്പോൾ ചില നായ്ക്കൾക്ക് ഇപ്പോൾ വിൻ്റർ സീസണിലൊക്കെ ഒരു ഡ്രസ്സൊക്കെ ചിലപ്പോൾ നല്ലതായിരിക്കും. അനാവശ്യമായിട്ട് ഇങ്ങനത്തെ ഇതൊക്കെ എനിക്ക് തോന്നുന്നില്ല നായ്ക്കളത് പൊതുവെ എൻജോയ് ചെയ്യുന്നുണ്ട്. ശരിക്കും ഒരു ചൊല്ല് പറയും, നല്ല എന്താ പറയുക, ഈ മോശം നായ്ക്കളില്ല, മോശം ഓണേഴ്സും ഉള്ളൂ എന്ന് പറയും. പാമ്പുകൾ അവിടെ ക്ലിനിക്കിൽ കൊണ്ടുവരാറുണ്ട് ഇതേപോലെ ട്രീറ്റ്മെൻറ്റിനും ഇതായിട്ട്. എനിക്ക് തോന്നുന്നില്ല ഒരു ഹ്യൂമനായിട്ടൊരു അറ്റാച്ച്മെന്റ് ഉണ്ടെന്ന്. ഒരു അറ്റാച്ച്മെന്റ് അവർക്കില്ല. ഈ ഗാർഗിൾ റിപ്പോർട്ട് പോലും പറഞ്ഞിട്ടുണ്ട് കൺട്രോൾഡ് ഹണ്ടിങ് വേണം കേരളത്തിൽ, എന്നാൽ മാത്രമേ ഈ പോപ്പുലേഷൻ നമുക്ക് ഈ എസ്പെഷ്യലി വൈൽഡ് ബോർ അതുപോലെ പല കാര്യങ്ങളും എക്സസ് ആയിട്ട് വരുന്ന കാരണം നമ്മൾ കൺട്രോൾ ഇന്റർനാഷണലി എല്ലാ കൺട്രിയുടെയും നയം അതാണ്. വൈപ്പിന് എന്നുണ്ട് ഓർമ്മ, അത് കോമ സ്റ്റേജിലാണ്, ഫുൾ കോമ. പിന്നെ ആകെ ഒരു ചെറിയൊരു പൾസൊക്കെ വളരെ വീക്ക്, വളരെ ഹൈപ്പോതെർമിക്. അതൊരു അനോണിമസ് കേസാണ്, പുള്ളി കോമയിലായി. അപ്പോൾ ഞങ്ങളുടെ മെഡിക്കൽ ടീം മൊത്തം അതിൻ്റെ പിറകിലുണ്ട്. ഞങ്ങൾ ഓക്സിജൻ കൊടുക്കുന്നു, ഡ്രിപ്പ് ഇടുന്നു, എല്ലാം ചെയ്യുന്നു. 3rd day കഴിയുമ്പോഴത്തേക്കും ഞാൻ പുള്ളി പറഞ്ഞു, സാറേ ഇനി നമുക്കൊന്ന് മെഴ്സി കില്ലിങ് ചെയ്തിട്ട് സഫർ ചെയ്യിപ്പിക്കേണ്ട, പുള്ളി ഇങ്ങനെ ബുദ്ധിമുട്ടാണല്ലോ. പിറ്റേ ദിവസം രാവിലെ സർപ്രൈസ് ആയിട്ട് ഞങ്ങളെ മുറി ചെന്നപ്പോൾ കണ്ട കാഴ്ചയാണ് പുള്ളി എണീറ്റ് നിൽക്കുക. പുള്ളിയുടെ